എല്ലാവർക്കും എൻ്റെ ഹാപ്പി ക്രിസ്മസ്. ഇന്നൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ക്രിസ്മസ് ആയിട്ട് എൻ്റെ വീട്ടിൽ എന്തൊക്കെയാണ് പരിപാടികളെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. നമ്മൾ ബിരിയാണി കോഴിക്കോട് നിന്ന് ബിരിയാണി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബിരിയാണി കഴിക്കുക, പിന്നെ കേക്ക് ചെറുതായിട്ട് മുറിക്കുക, പിന്നെ അമ്മൂമ്മയ്ക്ക് കൊണ്ട് കേക്ക് കൊടുക്കണം. അപ്പോൾ അതൊക്കെ കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വെച്ചാൽ എന്താണ് നിങ്ങളുടെ ക്രിസ്മസ് ആയിട്ട് പരിപാടി എന്നൊക്കെ പറയണേ, കമൻറ്റ് ഇടണേ. അപ്പോൾ ബാക്കി വേറെ പരിപാടീസൊന്നും ഇല്ല. അപ്പോൾ നമ്മളിവിടുന്ന് പിന്നെ കുറച്ച് വേറെ പരിപാടികളും ഉണ്ട്. ഇവിടുന്ന് വീട് മാറുകയാണ് നമ്മൾ. ഈ വീട് 1 year ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ പിന്നീട് പറയാം. വീട് മാറാന്ന് പറഞ്ഞാൽ വലിയ ചടങ്ങാണ് എൻ്റെ കൃഷ്ണ. നിങ്ങൾക്കറിയാലോ, വാടകയുള്ള ആൾക്കാർക്ക് മനസ്സിലാവും വീട് മാറാന്നുള്ളത്. ക്രിസ്മസ് അതിൻ്റെ ഒരു ഓട്ടത്തിലൊക്കെയാണ്. ന്യൂ ഇയർ ആ കൊളാവും തോന്നുന്നുണ്ട് ഉറപ്പായിട്ടും. വീട് മാറുന്നതിൻ്റെ ഒരു ആ സാധനങ്ങൾ ഷിഫ്റ്റ് ചെയ്യുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല തിരക്കിലാകും. അപ്പോൾ എന്തായാലും ഫുള്ള് തിരക്കാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം വീഡിയോ. ഓക്കെ ഗൈസ്, നമ്മൾ കേക്ക് മുറിക്കാൻ പോവായിരുന്നു. അപ്പോൾ നമ്മുടെ ഇടയ്ക്ക് ഇന്നൊരു വലിഞ്ഞു കയറിയിട്ടൊരു കേൾക്കണ്ട ഗസ്റ്റ് വന്നിട്ടുണ്ട്. ഗസ്റ്റ് ഇവിടെ ഒരു എൻ്റെ ഇൻട്രോ കണ്ടാൽ ചിലപ്പോൾ അടിച്ചു മുറിക്കിട്ട് തന്നെ. ഇതാണ് ഗസ്റ്റ്. ഹായ് പറയൂ. ഹായ്. അപ്പോൾ നമ്മൾ കേക്ക് മുറിക്കാൻ പോവാണ് ഗൈസ്. കേക്ക് മുറിച്ചിട്ട് വേണം ഫുഡൊക്കെ കഴിക്കണമെങ്കിൽ. ഓക്കെ ഗസ്റ്റ് ഗോസ്റ്റിന്നേ രജിതര വാ. രജിതരം വരുന്നുണ്ട്. നമ്മൾ രജിതനെ കാണിക്കുന്നില്ല, അത് കാണിക്കാം. ഓക്കെ അല്ല ഓഫാക്കാൻ പറ്റേ. ഹാപ്പി ക്രിസ്മസ് ടു യു, ഹാപ്പി ക്രിസ്മസ് ടു യു. മത്തി വെട്ടണ മത്തി വെട്ടണതാ. അതെ, ഹാപ്പി ക്രിസ്മസ്. ഫോട്ടോ എടുക്കില്ല, ഫോട്ടോ കിട്ടില്ല. ഹാപ്പി ക്രിസ്മസ്. അത് വീഡിയോ ഹാപ്പി ക്രിസ്മസ്. എനിക്ക് സങ്കടമൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമൊന്നുമില്ല. എന്റെ അമ്മ നല്ല കേക്കല്ലേ. ഈ ക്യാമറ എടുക്കുന്നത് സൂരജിനോടൊപ്പം നന്ദനാ. അമ്മ ആർക്കും വേണ്ട, ഞാൻ തന്നെ വേഗം കൊടുക്കും. ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ. ഇനി കേക്ക് കുറിക്കലൊക്കെ കഴിഞ്ഞു ചടങ്ങ്. വീഡിയോ എടുത്ത് ചിലപ്പോൾ രഞ്ജിതനെ കാണിക്കാൻ എല്ലാ വിധം കാണുന്നുണ്ട്. കേക്ക് കഴിക്കും, ജ്യൂസ് കഴി, നല്ല കേക്കല്ലേ, ഫുള്ള് കഴിക്കണം. ഇപ്പൊ തൊട്ട് അച്ചാറ് തുറന്നു നോക്ക. ഇതാണ് സൂരജന്റെ സ്പെഷ്യൽ ബീഫ് ബിരിയാണി. അതെ, കോഴിക്കോട് നിങ്ങൾക്കായിട്ട് പ്രത്യേകം കൊടുന്നതാ. അതെ, നമുക്ക് ബീഫ് ബിരിയാണി കഴിക്കാം. പിന്നെ എന്തൊക്കെയുണ്ട്, ചിക്കൻ വറുത്തത്, അതും ചിക്കൻ വറുത്തത് സെയിം. പിന്നെ സാലഡ്, അത് ഞാൻ ഉണ്ടാക്കിയതാ. അമ്മയുടെ സ്പെഷ്യൽ ഇവിടെ ഒന്നുമില്ല. ചിക്കനെ പെരട്ടിയത് അമ്മയാ. ഞങ്ങള് സൂര്യചേട്ടന്റെ അച്ചാറുകളുടെ ഒരു ലോകം തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്താണ് മോനെ തട്ടുവിടാ ബിരിയാണി ആസ്വദിച്ച് പപ്പടം കൂട്ടിട്ടാണോ ബിരിയാണി കഴിക്കുക? ചേട്ടാ അടിച്ചു ഇഷ്ടമായിരിക്കും പപ്പടം ഒന്നും കൂട്ടണ്ട. അമ്മയ്ക്ക് ഇതൊരു ഭ്രാന്തുണ്ട് പപ്പടം കൂട്ടി തന്നെ കഴിക്കണമെന്ന്. ഞാൻ ബിരിയാണി എടുത്തായിരുന്നു, ഞാൻ കഴിക്കാനായിട്ട് ചിക്കൻ ബിരിയാണി ചൂടാക്കിണ്ടായിരുന്നു ഞാനാ. പക്ഷെ ചൂടാക്കിയില്ല, അത് ചൂടായില്ല. അത് തെറ്റാണോ? നിങ്ങളാണ് ഗസ്റ്റ് കൊടുത്തത്, നിങ്ങൾ കഴിക്കൂ. നിങ്ങളങ്ങനെ ഗോസ്റ്റ് കൊടുത്ത് സൂരജേട്ടാ എങ്ങനെയുണ്ട് ബിരിയാണി? സൂരജ് നോക്കമ്മ എന്നെ കാണിക്കാൻ വേണ്ടി എന്നെ കടിച്ചു കഴിക്കുക. എന്റെ ചിക്കൻ വറുത്തത് നാല് വെള്ളമൊന്നും വരില്ലെങ്കിലും ഞാനൊന്നും പറയാനൊന്നുമില്ല. ഞാൻ സൂരജന്റെ സ്നേഹല്ലേ ഗൈസ്. വെള്ളമൊക്കെ ഉണ്ട്, തണുത്ത വെള്ളം. ജ്യൂസ് കുടി. ജ്യൂസിന് ഒരു നേരത്തെ ആഹാരം തരണമെങ്കിൽ നിർബന്ധമായിരുന്നു. ഇപ്പോഴെങ്കിലും ഒന്ന് സാധിക്കാൻ വേണ്ടി സന്തോഷമുണ്ട്. വീഡിയോ ഓണാക്കി സൂര്യചേട്ടൻ കഴിക്കില്ല. അത് നാണാ സൂര്യചേട്ടൻ. കുറ്റം പറയുന്ന നാണുണ്ടോ സ്ത്രീയെ താങ്കൾ തന്നെ കുറ്റം പറയാൻ? അമ്മ ഞാൻ ഞാൻ സൂര്യചേട്ടനെ എടുക്കണം, അമ്മേനെ എടുക്കണം. ഞാൻ ഇന്ന് 9:00 എണീറ്റു മക്കളെ. ക്രിസ്മസ് ആയിട്ട് നേരത്തെ എണീറ്റു. തന്നെ കുറ്റം പറയണു. ആ ദൈവമുണ്ട്, അതുകൊണ്ടാണ് 3 ആളും എന്നെ കൂട്ടാണ്ട്. അമ്മേ ക്രിസ്മസ് ഒക്കെ ആയിട്ട്
നിങ്ങൾ എന്നെ കൂട്ടാണ്ട് കഴിച്ചല്ലേ അമ്മേ? ശരിട്ടാ. ആരെങ്കിലും ഒരാള് വേണോ എന്നാലും സൂരജ് ചേട്ടാ നിങ്ങളൊന്നും ഒന്നും ചോദിച്ചില്ല എന്നോട്. രഞ്ജിതേട്ടാ ഗൈസ് അങ്ങനെ എൻ്റെ ബിരിയാണി ലാസ്റ്റ് ചൂടായി വന്നു. നമ്മൾ കോഴിക്കോട് നല്ല ചിക്കൻ ബിരിയാണിയാണ്, അത് റഹ്മത്തിലെ ബിരിയാണിയാണ്. അവർക്കൊരു പ്രൊമോഷൻ ഇരിക്കട്ടെ എന്നൊക്കെ. അതെ, സാലഡ് എടുക്കുക. ക്രിസ്മസ് ആയിട്ട് നിങ്ങൾ ബിരിയാണി ഒക്കെ കഴിച്ചോ? അല്ലേ? ചൂടുണ്ട്. ചിക്കൻ വറുത്തത് നമ്മയുടെ സ്പെഷ്യൽ പെരട്ടി വെച്ചത് ഞാൻ വറുക്കും. അപ്പോൾ നമുക്കിതാ കഴിക്കാം. പിന്നെ എടുക്കുക, കുറച്ച് വയ്ക്കാം. പിന്നെ എടുക്കുമ്പോൾ നമുക്ക് സൂര്യചന്ദ്രൻ കൊതി വരും. അങ്ങനെ കഴിക്കാം. നോക്ക്. തൊണ്ടല് കുടിക്കും. നല്ല സ്വാദ് കേട്ടോ. ഞാൻ ഇടയ്ക്ക് സലാഡാണെങ്കിൽ പറയാൻ വന്നു. അപ്പോൾ ഗൈസ് ഇത് കഴിഞ്ഞിട്ട് നമുക്കിനി കുറച്ച് പരിപാടി കൂടി ഉണ്ട്. അതുകൂടി കഴിച്ച് കാഴ്ച തരാൻ മുമ്പേ അടിക്കണം. ഓക്കെ അല്ലേ സൂരജ് ചേട്ടാ? ശരി ഗൈസ്, നമ്മുടെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ കാപ്പിക്ക് എല്ലുണ്ട്. എല്ല് മാത്രമൊന്നും നിങ്ങൾ വിചാരിക്കരുത്. ഞാൻ റൈസ് കുറച്ച് വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ പട്ടിക്കുട്ടിക്ക് ഭയങ്കര സ്നേഹം എന്നോട്. അപ്പോൾ ഞാൻ അതിന് കൊടുക്കാമെന്ന് വിചാരിച്ചു. ക്രിസ്മസ് ആയിട്ട് അല്ലെങ്കിൽ ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ലല്ലോ. അതും റിച്ചായിട്ട് കഴിക്കട്ടെ. കോഴിക്കോട് ബിരിയാണി നമുക്ക് എന്തെങ്കിലും കൊടുക്കാം. ഗൈസ് നമ്മളിത് അവിടെ വരെ റോട്ടിക്കൊക്കെ നടന്നു വന്നതിനൊന്ന് അന്വേഷിച്ചിട്ട് അതിനെ കാണാനില്ല. രാത്രി വരുന്നു വിശ്വസിക്കുന്നു. എന്തായാലും അവിടെ വെച്ച് കൊടുക്കാം കഴിക്കാൻ. ആരെങ്കിലും കഴിക്കട്ടെ. കാപ്പിക്ക് കൊടുക്കാന്ന് വെച്ചപ്പോൾ കാപ്പിക്ക് ഭാഗ്യമില്ലാത്ത പട്ടിയ. കാരണം മറ്റുള്ള വലിയ മീൻസ് സാധാ വേറെ പട്ടികൾ വന്നാലും ഇത് ഓടും. ഒരു പാവം പിടിച്ച പട്ടി. ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതിന് ഭാഗ്യമില്ല. എന്തായാലും ഞാൻ കഴിക്കാൻ ചേട്ടാ പട്ടി കൊടുക്കും. ഗൈസ് ദൈവം ചക്ക പറ്റിയിട്ടോണം കിടക്കുകയാണ്. കുറച്ചായിട്ട് വേണം ഞാൻ എൻ്റെ വീഡിയോ എടുക്കണം. നിങ്ങളുടെ എല്ലാം എടുക്കണം. സൂര്യ ചേട്ടൻ തുറപ്പിച്ച് നോക്കാം. ഇനി കുറച്ചായിട്ട് വേണം അമ്മമ്മേൻ്റെ അടുത്തേക്ക് പോകാൻ എനിക്ക്. അപ്പോൾ നമ്മളവിടെ പോയിട്ട് അമ്മമ്മയ്ക്ക് കേക്കൊക്കെ കൊണ്ടു കൊടുക്കും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് റീൽസ് എടുക്കാൻ. ഓക്കെ, അമ്മ 5 മണിക്കുന്നല്ല ഗൈസ്. ഇവർ എനിക്ക് അമ്മമ്മയ്ക്ക് കേക്ക് കൊണ്ടു കൊടുക്കാൻ സമ്മതിക്കുന്നില്ല. ഞാൻ വരാൻ പറഞ്ഞിട്ട് രഞ്ജിതരം വരുന്നില്ല. ദൂഷ്ടൻ സൂര്യചേട്ടൻ പറയാം അമ്മൂമ്മ ഉച്ചയ്ക്കൊന്നും കഴിക്കില്ല എന്ന് കേക്ക്. ഉച്ചയ്ക്കൊന്നല്ല, ഇപ്പം 3:30 പറയും. എന്നിട്ട് ഉച്ചാന്ന് വ്ളോഗ് എടുക്കുമ്പോൾ മിണ്ടാണ്ട് എന്നെ പേടിയാ. ദുരന്തർ വേണ്ട നിങ്ങള്? ദുരന്തർ ഞാൻ ഇപ്പൊ വീഡിയോ എടുക്കും നിങ്ങളുടെ നാട്ടിക്ക്. ഞാൻ കാണണ ഐസ്ക്രീം ഐസ്ക്രീം കണ്ട അതാണ് അവസ്ഥ. അമ്മമാരുടെ പോവാ റിസർവാ ആ പുല്ലയില് ഇവിടാ. അതെ അതെ അതെ. ഞാൻ പോട്ടെ ഗൈസ്, ഞമ്മടെ അവിടെ പോയിട്ട് കാണാം. ഓക്കെ ഗൈസ്, അങ്ങനെ സൂരജ് ചേട്ടൻ ക്രിസ്മസ് ഒക്കെ ആയിട്ട് പോവാണ്. ബൈ. ഇന്ന് കാണും വൈകുന്നേരം സിനിമ പോട്ടെ. ഇന്ന് കാണുന്നൊക്കെ ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ. വീട്ടിലുള്ള കാര്യം സൂര്യണ്ടായിരുന്നില്ല ഗൈസ്. ഇനി അമ്മമാരുടെ അടുത്ത് പോവാണ്. അമ്മമാരുടെ അവിടെ പോയിട്ട് നമുക്ക് കേക്ക് മുറിക്കാം. ബൈ ബൈ. അമ്മോട് അച്ഛനോടും എല്ലാവരോടും കേക്ക് മുറിച്ച് ആഘോഷിക്കണം. ഇങ്ങനെ ഇതാരാ നിങ്ങൾക്ക് അറിയാം? നിങ്ങൾ കമന്റ് ഇടണേ. ഇത് പ്രശസ്തമായ അമ്മൂമ്മനെ തളർത്താൻ വേണ്ടി വന്നേക്കാണ് ഗൈസ്. ഇവിടെ മോത്തക്കൂരി എന്നൊക്കെ പറഞ്ഞിട്ട് തെക്ക് പടിഞ്ഞാറ് നിൽക്കുന്ന ഒരു കേക്ക് ഇങ്ങനെയാ. ഹാപ്പി ക്രിസ്മസ്. എല്ലാം പച്ചപ്പോക്കും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോ തെക്ക് പടിഞ്ഞാറ് എന്നാ മുറിയൊന്നും അറിയില്ല അമ്മൂമ്മക്ക്. ഉമ്മതാ നിറച്ച് കുരുവാൻ കാണിക്കും. ഇതിലെന്നെ അപമാനിച്ചു. നീ കണ്ട കുരുണ്ടായത് ഡോക്ടറെ കാണിച്ചിട്ട് കുരുവൊക്കെ പോവും. കുരുവല്ല, സ്നേഹാണ് വലുത്. സ്നേഹം മനസ്സിലായാ? മനസ്സിലായാ? അപ്പൊ ഹാപ്പി ക്രിസ്മസ്. ഓക്കെ, ഞങ്ങള് നീ ക്രിസ്മസ് കഴിഞ്ഞിട്ട് നീ പോവാണ്. വെറുതെ പറയുമ്പോ എങ്കിടുന്ന് വിശ്വസിക്കുക. അത് എന്താ ചെയ്യാ? കേക്ക് മുറിക്കണ്ടേ? കേക്ക് മുറിക്കില്ലേ? ഇതിപ്പോ എനിക്ക് വയ്യ. സോഡ മേടിച്ചു കൊടുത്ത് വെച്ചല്ലോ. ഇപ്പോഴാണ് വന്നെ. വലിയ പോയിട്ട് വന്നോളാം. എല്ലാരോടും ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ് അമ്മൂമ്മ അടിക്കുന്നേക്ക് പറ. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. ഞാനൊരു രഞ്ജിത്തിനോട് പറഞ്ഞു കേക്ക് എന്റെ തന്നത്. അപ്പൊ ഞാൻ മനസ്സിലെ പോലെ വീഡിയോ എടുക്കാൻ കേക്ക് തന്ന പോലെ ഗൈസിന് പോവാ. ശരി ബൈ. കാറടി അത് സ്കൂട്ടർ. കാറൽ
കാറിൽ വന്നു വീട് മാറുന്നത് ആ ഡേറ്റിന് മതി കേട്ടാ. കാശ് ആ ഡേറ്റ് ആകുമ്പോ മാറിയാൽ മതി. കാശ് കൂടുതലാണ് അവർക്ക് കൊടുക്കണ്ട. ദൈവമേ വെച്ചോ, ചിലപ്പോ അവർ വേറെ വല്ലതും പറയുന്നത്. ഗൈസ്, അങ്ങനെ എൻ്റെ ക്രിസ്മസ് വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല. ഇനി വൈകുന്നേരം ഒരു മൂവിക്ക് പോകണം. അതും കൂടി കാണിച്ചിട്ട് നിങ്ങളെ ഞാൻ ബോറടിപ്പിക്കേണ്ടല്ലോ എന്ന് ഞാൻ കാണിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. നമ്മൾ പറഞ്ഞ പോലെ വീടിൻ്റെ ഒരു മാറുന്നതിൻ്റെ ഒരു ചടങ്ങിലാണ് നമ്മളിപ്പോൾ. അതുകൊണ്ട് തലവേദന പിടിച്ചിരിക്കുകയാണ്. എന്തായാലും വ്ളോഗൊക്കെ ആയിട്ട് പിന്നാലെ വരും. സ്വന്തമായിട്ട് വീടാവാൻ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന വേണം. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.